ശാന്തി. ഞാൻ അവ്യക്തവചനത്തിൽ എൻ്റെ ദിവ്യ ഫരിഷ്താ സ്വരൂപത്തിൽ ബാപ്പ് ദാദയുടെ സന്മുഖത്തിരിക്കുന്നു. സ്നേഹസാഗരമായ ബാപ്പ് ദാദ എനിക്ക് ശക്തിശാലി ദൃഷ്ടി നൽകുകയാണ്. ദൃഷ്ടിയിലൂടെ എന്നിൽ ശക്തി നിറയുന്നു. ഇപ്പോൾ ഞാൻ ബാപ്പ് ദാദയുടെ അവ്യക്ത സ്വരം കേൾക്കുന്നു. കുട്ടി, നീ മുഴുവൻ വിശ്വത്തിൻ്റെ ആധാരമൂർത്തിയാണ്. നിന്നിൽ വിശ്വത്തിൻ്റെ ഉദ്ധാരണത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. നിനക്ക് സർവശക്തിയുടെ ആധാരത്തിൽ വിശ്വത്തിലെ സർവ ആത്മാക്കളുടെയും ഉദ്ധാരണം ചെയ്യണം. സർവാത്മാക്കളുടെയും മുക്തി, ജീവൻ മുക്തിയുടെ ആശകൾ പൂർണ്ണമാക്കണം. ബാപ്പ് ദാദ തൻ്റെ വരദാനി ഹസ്തം ശിരസിൽ വെച്ച് വരദാനം നൽകുന്നു. വിശ്വകല്യാണകാരി ഭവ, സദാ സഫലതാമൂർത്ത് ഭവ. ഇപ്പോൾ ഞാൻ മുകളിലേക്ക് ഉയർന്ന് മൂലവതനത്തിലെത്തിച്ചേരുന്നു. ഞാൻ ജ്യോതി ബിന്ദു സ്വരൂപത്തിൽ ജ്ഞാനസൂര്യ ശിവബാബയുടെ കൂടെ ഇരിക്കുന്നു. സർവശക്തിവാൻ ബാബ ഒരു കാന്തം പോലെ എന്നെ തൻ്റെ അടുത്തേക്ക് ആകർഷിക്കുന്നു. ഞാൻ ബാബയുടെ കൂടെ കമ്പൈൻഡ് ആകുന്നു. ബാബയുടെ ഗുണങ്ങളും ശക്തികളും സ്വയം തന്നിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. ഞാൻ ബാപ്പ് സമാനമാകുന്നു. ഇപ്പോൾ ഞാൻ ഉദാരചിത്തനായി എൻ്റെ ശക്തിയുടെ ആധാരത്തിൽ വിശ്വത്തിൻ്റെ ഉദ്ധാരണം ചെയ്യുന്നു. ഈ സൃഷ്ടിരൂപി വൃക്ഷത്തിൻ്റെ ചൈതന്യ ഫൗണ്ടേഷൻ ഞാൻ വിശാല കൽപ്പവൃക്ഷത്തെ കാണുകയാണ്. ഈ കൽപ്പവൃക്ഷത്തിൻ്റെ ഓരോ മനുഷ്യരൂപി ഇലകൾ പഴയതായിരിക്കുന്നു. മുഴുവൻ കൽപ്പവൃക്ഷവും ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആത്മാ ബീജരൂപി ബാബയുമായി കമ്പൈൻഡായി ബാബയിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ശക്തിരൂപി ജലം ഓരോ ആത്മാക്കൾക്കും നൽകുന്നു. സർവരെയും ഉദ്ധരിക്കുന്നു. ബാബയിൽ നിന്നും ആജ്ഞയെടുത്ത് ഞാൻ പരമധാമത്തിൽ നിന്നും ഇറങ്ങി ശക്തിശാലി സ്വരൂപമായി ഫരിസ്താരൂപം ധാരണ ചെയ്യുന്നു. ഭൂഗോളത്തിന് മുകളിലിരിക്കുന്നു. എൻ്റെ ഉയരുന്ന കലയുടെ ആധാരത്തിൽ മുഴുവൻ വിശ്വത്തിൻ്റെ ഉദ്ധാരണം നടക്കുന്നു. ഞാൻ ബ്രഹ്മ ബാപ്പ സമാനം ആധാരമൂർത്തി, ഉദ്ധാരമൂർത്തി ആത്മാ, സർവശക്തികളുടെയും കിരണങ്ങൾ വിശ്വത്തിൽ 4 ഭാഗത്തും വ്യാപിപ്പിക്കുന്നു. അശാന്തരും ദുഃഖികളുമായി അലയുന്ന ആത്മാക്കൾക്ക് സകാശ് നൽകി സെക്കൻഡിൽ മനസ്സിന് ശാന്തി നൽകുന്നു. സെക്കൻഡിൽ ജീവദാനം നൽകുന്നു. ശുഭഭാവന, ശുഭകാമനയുടെ വൈബ്രേഷൻസ് വായുമണ്ഡലത്തിൽ വ്യാപിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സ്ഥൂല ശരീരത്തിൽ
പ്രവേശിക്കുന്നു. ഭൃഗുടി സിംഹാസനത്തിൽ വിരാജമാനാകുന്നു. ഞാൻ ബ്രാഹ്മണ ആത്മാ, വിശ്വത്തിൻ്റെ ആധാരമൂർത്തി, ഉദ്ധാരമൂർത്തിയാകുന്നു. ഞാൻ വിശ്വകല്യാണത്തിൻ്റെ കിരീടമണിഞ്ഞിരിക്കുന്നു. എന്നിൽ വലിയ ഉത്തരവാദിത്വമിരിക്കുന്നു. ഞാൻ ഓരോ കർമ്മവും ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നു. സർവരുടെയും പ്രതി കല്യാണ ഭാവന വയ്ക്കുന്നു. ശരീരം, മനസ്സ്, ധനം, സമയം, ശ്വാസം, സങ്കല്പം സർവ്വതും വിശ്വകല്യാണത്തിൻ്റെ പ്രതി സമർപ്പിക്കുന്നു. ഈ ദിവസം ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എൻ്റെ ഭാഗ്യരേഖ നോക്കിക്കാണുകയാണ്. നയനങ്ങളിൽ സ്നേഹത്തിൻ്റെ രേഖ, മുഖത്ത് ജ്ഞാനത്തിൻ്റെ രേഖ, ഹൃദയത്തിൽ ദിലാരാമൻ്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന രേഖ കാണുന്നു. കൈകളിൽ ജ്ഞാനത്തിൻ്റെ ഖജനാവുകളും പാദങ്ങളിൽ ഓരോ ചുവടിലും കോടികളുടെ ഭാഗ്യത്തിൻ്റെ രേഖ കാണുന്നു. ഇതെൻ്റെ അവിനാശി ഭാഗ്യമാണ്. കാരണം ഇത് നൽകുന്നത് അവിനാശിയായ പിതാവാണ്. ഞാൻ ഈ പ്രാപ്തികളുടെ അനുഭൂതിയിൽ ജീവിക്കുന്നു. ബാപ്പ് ദാദയുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ സ്വരാജ്യ അധികാരിയായ രാജാവായി മാറുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ബാപ്പ് ദാദയെ സദാ കൂടെ നിർത്തുന്നു. ഒറ്റയ്ക്കാകുന്നില്ല. ഞാൻ ശിവശക്തിയാണ്. സംഗമയുഗത്തിലെ കാര്യങ്ങൾ അമൂല്യമാണ്. ഒന്ന് സങ്കല്പശക്തി, രണ്ടാമത്തേത് സംഗമയുഗത്തിലെ സമയം. ഞാൻ സമയത്തെയും സങ്കല്പത്തെയും സഫലമാക്കുന്നു. ഇന്നു മുതൽ എനിക്ക് ടെൻഷനില്ല. ഞാൻ ദൃഢസങ്കല്പം ചെയ്യുന്നു. മുഖം താമരപ്പൂവ് പോലെ അല്ലെങ്കിൽ വിരിഞ്ഞ റോസാപ്പൂ പോലെയാകുന്നു. ഞാൻ മനസ്സാ സേവനത്തിലൂടെ, മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും സേവ ചെയ്യുന്നു. ബ്രാഹ്മണ പരിവാരത്തിൽ ടെൻഷൻ്റെ പേരോ അടയാളമോ ഇല്ലാതിരിക്കാൻ ധൈര്യവും ഉന്മേഷവും ഉണ്ടാക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. മനനശക്തിയിലൂടെ ശക്തിശാലിയായി മാറി വിഘ്നങ്ങളുടെ വേഗതയെ ഇല്ലാതാക്കുന്ന സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തമാകുന്നു. ഞാൻ അന്തർമുഖിയായി ഓരോ പോയിന്റും മനനം ചെയ്യുന്നു. അപ്പോൾ ശക്തിശാലിയായി മാറുന്നു. അതീന്ദ്രിയ സുഖത്തിൻ്റെ പ്രാപ്തി അനുഭവിക്കുന്നു. മഗ്നമായ അവസ്ഥയിലൂടെ ഉണ്ടാകുന്ന ആത്മീയതയുടെ ശക്തിശാലി സ്ഥിതി കാരണം വിഘ്നങ്ങളുടെ വേഗത ഇല്ലാതാകുന്നു. ബ്രാഹ്മണ ലോകത്തിൽ എല്ലാവരുടെയും ബഹുമാനങ്ങൾ പ്രാപ്തമാക്കുന്നവർ മാത്രമാണ് സിംഹാസനസ്ഥരായി മാറുന്നത്. ഓം ശാന്തി.